Hi friends, welcome back to my channel. ഇന്ന് ഞാനൊരു മേക്കപ്പ് സീരീസ് തുടങ്ങുകയാണ്. ഓഫീസ് മേക്കപ്പ് സീരീസ് ആണ്. ഇതിൻ്റെ അകത്ത് മൺഡേ ടു ഫ്രൈഡേ ഓഫീസിലെ 5 ഒക്കേഷൻസിന് നമുക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഈ സീരീസിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വീഡിയോ മൺഡേ ബ്ലൂസ്. നമ്മുടെ വീക്കെൻഡ് കഴിഞ്ഞിട്ട് മൺഡേ ഓഫീസിൽ പോകുമ്പോൾ ഭയങ്കര മടിയാണ് എനിക്ക് ഓഫീസിലോട്ട് പോകാൻ. അപ്പോൾ ഒരു നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പോകുമ്പോഴത്തേനും ഒരു ഉന്മേഷമൊക്കെ തോന്നും. പക്ഷേ എൻ്റെ കയ്യിൽ ഒരുപാട് സമയമില്ല. അപ്പോൾ 5 പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു ഓഫീസ് മേക്കപ്പ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു മൺഡേ ബ്ലൂ. നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് മസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ലുക്കിൽ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ കൺസീലർ മസ്റ്റ് ആണ്. നമ്മുടെ മുഖത്തുള്ള കുരുക്കളോ പാടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറയ്ക്കാൻ കൺസീലർ ഹെൽപ്പ് ചെയ്യും. ഫൗണ്ടേഷൻ മസ്റ്റ് അല്ല, വേണമെങ്കിൽ ഒരു ലൈറ്റ് കവറേജ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ BB ക്രീം അപ്ലൈ ചെയ്യാം. ഞാൻ എൻ്റെ കണ്ണിന് ചുറ്റും കൺസീലർ അപ്ലൈ ചെയ്യും, കാരണം എൻ്റെ ഐലിഡ്സിൽ കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അത് മാത്രമല്ല, മുഖത്ത് എന്തെങ്കിലും കുരുക്കളോ പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സ്പോട്ട് കറക്ഷനും ഞാൻ കൺസീലർ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഒരു ബ്രഷോ അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡറോ യൂസ് ചെയ്തിട്ട് എന്നിട്ട് കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. കൺസീലർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പൗഡർ അപ്ലൈ ചെയ്യാം. നമ്മൾ കോമ്പാക്ട് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ കവറേജ് കിട്ടാൻ വേണ്ടിയാണ്. അതേസമയം നമ്മളൊരു ലൈറ്റ് കവറേജ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബേസ് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെറ്റിംഗ് പൗഡർ മതി. അപ്പോൾ ഇവിടെ ഞാൻ സെറ്റിംഗ് പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് മേബിലിൻ്റെ സെറ്റിംഗ് പൗഡറാണ്. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ മുഖം മുഴുവൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. മുഖത്തിൻ്റെ ഷേപ്പ് എടുത്ത് കാണിക്കാൻ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത് മസ്റ്റാണ്. അപ്പോൾ ഞാനൊരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് എൻ്റെ ഐബ്രോസിലെ ഗ്യാപ്സ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലാക്ക് കളറിനെക്കാട്ടി നല്ലത് ഗ്രേയിഷ് ബ്രൗണോ അല്ലെങ്കിൽ ഗ്രേ കളറോ ആണ്. കാരണം ബ്ലാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കൃത്രിമത്വം തോന്നും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള ഐബ്രോ പെൻസിലാണ്. ലാഷസിന് കൂടുതൽ വോളിയം ലെങ്ത്തും തോന്നാൻ വേണ്ടി ഞാനൊരു മസ്കാര അപ്ലൈ ചെയ്യാണ്. നിങ്ങൾക്ക് ഇടതൂർന്ന ലാഷസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്കാര അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് അധികം ലാഷസ് നീളവും ഇല്ല, അതേപോലെ വോളിയം ഇല്ല. അതുകൊണ്ട് ഞാനൊരു മസ്കാരയാണ് അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത്. ബ്ലഷ് ഇടുന്നത് മസ്റ്റാണ്, കാരണം നമ്മുടെ ഫൗണ്ടേഷനും കൺസീലറും പിന്നെ പൗഡറും ഒക്കെ വന്നപ്പോൾ മുഖത്തിനൊരു ഫ്ലാറ്റ് ലുക്ക് തോന്നും. അപ്പോൾ കുറച്ച് കവിളിനൊരു തുടുപ്പ് തോന്നാൻ വേണ്ടി നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പം അത് നന്നായിട്ട് ഒരു ഗ്ലോ നമ്മുടെ ഫേസിന് കൊടുക്കും. ബ്ലഷ് എല്ലാവരുടെയും കയ്യിൽ കാണണമെന്നില്ല, ബ്ലഷ് ഇല്ലെങ്കിലും സാരമില്ല. നമ്മുടെ കയ്യിലുള്ള ലിപ്സ്റ്റിക്ക് കുറച്ച് കയ്യിൽ ഡാബ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തിങ്ങനെ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കവിളത്ത് അപ്ലൈ ചെയ്ത അതേ ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് വളരെ മ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ന്യൂട്രൽ ഷെയ്ഡാണ്. ഇത് മാക്കിൻ്റെ മെഹർ എന്ന് പറയുന്ന ഷെയ്ഡാണ്. വളരെ മ്യൂട്ടഡ് ആൻഡ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പിങ്ക് ലിപ്സ്റ്റിക്കാണിത്. ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. വളരെ നാച്ചുറൽ ആൻഡ് വളരെ സട്ടിലായിട്ട് തോന്നുന്ന ഒരു ന്യൂട്രൽ മേക്കപ്പ് ലുക്കാണ്. ഓഫീസിലോ കോളേജിലോ എല്ലാം നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾ കണ്ടല്ലോ, ഭയങ്കര ഈസിയാണ് ഇത് ചെയ്യാൻ. മാക്സിമം ഒരു 5 to 7 മിനിറ്റ്സിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മേക്കപ്പ് ലുക്കാണിത്. മാത്രമല്ല, ഇത് കോളേജിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും എന്ത് ഫോർമൽ ഇവന്റ്സിലാണെങ്കിലും നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. വളരെ കുറച്ച് പ്രോഡക്ട്സ് മതി. അതുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ കാണുന്ന പ്രോഡക്ട്സ് തന്നെ ആയിരിക്കും ഇതെല്ലാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.